നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് അന്വേഷണത്തിലെ സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് നൽകരുതെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധമെന്ന ദിലീപിന്റെ വാദം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന ഉത്തരവിനെതിരായ ദിലീപിന്റെ തടസ്സ ഹർജി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്? സുജയ പാർവതി, ദിലീപ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീൽ തള്ളിയിരിക്കുന്നു. ഈ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചത് സംബന്ധിച്ച ഒരു അന്വേഷണം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അത് ജില്ലാ സെഷൻസ് കോടതിയാണ്, എറണാകുളം സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നേരത്തെ അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടു, എന്നാൽ പകർപ്പ് നൽകിയില്ല. തുടർന്ന് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് പകർപ്പ് നൽകാൻ, അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ടെന്നായിരുന്നു അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളുടെ പകർപ്പ് തേടി അതിജീവിത ഹൈക്കോടതി സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ സാക്ഷിമൊഴികളുടെ പകർപ്പും നൽകാൻ സെഷൻസ് കോടതി തയ്യാറായില്ല. തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും ഈ സാക്ഷിമൊഴികൾ നൽകണം എന്ന ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകുകയും ചെയ്തിരുന്നു. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അത്തരമൊരു ഉത്തരവ് അതിജീവിതയ്ക്ക് അനുകൂലമായി നൽകിയത്. ഇതിനെ ദിലീപ് അന്ന് തന്നെ എതിർത്തിരുന്നു. തുടർന്ന് ദിലീപ് ഇന്ന് അപ്പീലുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജിയിൽ രാവിലെ വാദം കേട്ടത്. തുടർന്ന് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഹൈക്കോടതി പുറത്തുവിട്ടതും. ഈ ദിലീപിന്റെ അപ്പീൽ തള്ളുന്നു എന്നതാണ് ഹൈക്കോടതി ഈ ഹർജിയിൽ ഇതിന്മേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ദിലീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ്, അതിജീവിതയ്ക്ക് സാക്ഷിമൊഴികൾ നൽകണം എന്ന ദിലീപിന്റെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ്, ഇത് നടപടിക്രമങ്ങളുടെ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് റദ്ദാക്കണമെന്നതായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ ആവശ്യം. മാത്രമല്ല ദിലീപ് ഇതിന്മേൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഈ മെമ്മറി കാർഡിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹർജിയിൽ ഇത്തരമൊരു പുതിയ ആവശ്യം ഉന്നയിക്കാനാവില്ല, അത് നിലനിൽക്കുന്നതല്ല അത്തരമൊരു ആവശ്യം, ഇത് പുതിയ ഹർജിയായി വേണം നൽകാനെന്നതായിരുന്നു. പക്ഷേ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ പറഞ്ഞത് ഈ സിംഗിൾ ബെഞ്ചിന്റെ നടപടിയിൽ നിയമവിരുദ്ധതയില്ല, നടപടിക്രമത്തിൽ നിയമവിരുദ്ധതയില്ല, കാരണം ഇതൊരു അനുബന്ധമായ ഉത്തരവാണ് എന്നതായിരുന്നു. നേരത്തെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. അതിനുശേഷം അതിനാധാരമായ സാക്ഷിമൊഴികളുടെ പകർപ്പ് ആവശ്യപ്പെട്ടു. അത് നൽകാനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. അതുകൊണ്ട് തന്നെ ഇതൊരു അനുബന്ധമായ ആവശ്യമായിരുന്നു, അനുബന്ധമായ ഉത്തരവായിരുന്നു. അതിൽ നിയമവിരുദ്ധതയില്ല, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ നിയമവിരുദ്ധതയില്ല. മാത്രമല്ല ഇത്തരമൊരു ഹർജിയിൽ ഇത് പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യം, അതായത് ഈ അതിജീവിതയുടെ ഹർജിയുടെ മെയിൻ്റനബിലിറ്റി, ഹർജി നിലനിൽക്കുമോ, ഈ ഹർജിയിൽ ഇങ്ങനെ ആവശ്യം ഉന്നയിക്കാൻ കഴിയുമോ എന്ന കാര്യം മെയ് 30-ന് പ്രത്യേകമായി വാദം കേൾക്കാം എന്നുമായിരുന്നു സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ദിലീപിന് കനത്ത തിരിച്ചടിയാണ്. മെമ്മറി കാർഡ് ചോർന്നതിലെ സാക്ഷിമൊഴികൾ നൽകരുത് എന്നായിരുന്നു തടസ്സ ഹർജിയിലെ ആവശ്യം. ആ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് പങ്കുവച്ചത്.